നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ കൂടുതൽ ജനക്ഷേമ തൽപരരാകുന്നു എന്ന റിപ്പോർട്ടാണ് ഈ ഉച്ചയാകുമ്പോൾ പുറത്തുവരുന്നത്. ക്ഷേമ പെൻഷൻ കൂട്ടാനാണ് ആലോചനയും നീക്കവുമൊക്കെ. ഒപ്പം ഇന്ന് ജി സുധാകരനുമായുള്ള തന്റെ കെമിസ്ട്രി വിശദീകരിച്ച് മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ സർക്കാർ ആലോചന. 200 രൂപ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം ധനവകുപ്പിന്റെ പരിഗണനയിൽ. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിന് CPI മുഖപത്രത്തിൽ വിമർശനം. RSS തിട്ടൂരത്തിന് വഴങ്ങരുതെന്ന് മുന്നറിയിപ്പ്. ഉറച്ചുനിന്നാൽ CPIക്ക് കോൺഗ്രസ് പിന്തുണയെന്ന് സണ്ണി ജോസഫ്. CPIയുടെ വിയോജിപ്പ് പരിശോധിക്കുമെന്ന് TP രാമകൃഷ്ണൻ. ദീപാവലി ആഘോഷ നിറവിൽ രാജ്യം. ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. INS വിക്രാന്തിൽ സായുധ സേനയോടൊപ്പം ദീപാവലി ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. INSന്റെ പേര് പോലും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയെന്ന് പ്രധാനമന്ത്രി. അയോധ്യയിൽ 26 ലക്ഷത്തിലേറെ ദീപങ്ങൾ തെളിയിച്ചുള്ള ആഘോഷം ലോക റെക്കോർഡ്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ രോഗികൾ. സമരം. ശമ്പള ക്ഷാമബത്ത ആനുകൂല്യങ്ങൾ അനുവദിക്കുക, ഒഴിവുകൾ നികത്തുക, അശാസ്ത്രീയ സ്ഥലം മാറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിഹാരമുണ്ടായില്ലെങ്കിൽ 28 മുതൽ റിലേ സമരമെന്ന് KGM-CTA. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വടകര DYSP ഹരിപ്രസാദിനെയും പേരാമ്പ്ര DYSP സുനിൽകുമാറിനെയും സ്ഥലം മാറ്റി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പതിവ് സ്ഥലം മാറ്റമെന്ന് കോൺഗ്രസ്. നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് SDPI CPM സംഘർഷം. ഇരുവിഭാഗങ്ങളുടെയും ആംബുലൻസുകൾ തകർത്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 1ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും ഇന്ന് തീരും. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു. RJD സ്ഥാനാർത്ഥി പട്ടികയിൽ 143 പേർ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഒരുങ്ങി തലസ്ഥാനം. ഒളിമ്പിക്സ് മാതൃകയിലുള്ള മത്സരങ്ങൾക്ക് നാളെ തിരിതെളിയും. പങ്കെടുക്കുന്നത് 1.25 ലക്ഷത്തോളം താരങ്ങൾ. അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ കിരീടം മൊറോക്കോയ്ക്ക്. ഫൈനലിൽ അർജന്റീനയെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ തന്നെയാണ്. ക്ഷേമ പെൻഷൻ 200 രൂപ കൂട്ടാൻ ആലോചനയുമായി സർക്കാർ. ധനവകുപ്പിന്റെ മുന്നിൽ ശുപാർശ എത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അടിയന്തര നീക്കം നടക്കുന്നത്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും. പ്രത്യേക നിയമസഭാ സമ്മേളനവും അന്നാണ് ചേരുന്നത്. അൺഫിലിറ്റ് ഡിസൂസ ചേരുന്ന വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങെത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിന് ജനക്ഷേമ തൽപരമായ പരിപാടികൾ അല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആ താല്പര്യം കൂടുക തന്നെ ചെയ്യുമ്പോൾ 200 രൂപ കൂട്ടാനുള്ള നീക്കമാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ സർക്കാർ തന്നെ ആവർത്തിച്ച് പറഞ്ഞതുമാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ 200 രൂപ കൂട്ടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം. തീർച്ചയായും സ്വപ്ന, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിലവിൽ സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കുന്നത് 1600 രൂപയാണ്. അത് 200 രൂപ കൂട്ടി 1800 രൂപയാക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്, ആലോചന നടക്കുന്നത്. LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് 2500 രൂപ പെൻഷൻ, ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ്. പക്ഷേ അത് ഇതുവരെയും 1600 രൂപയിൽ നിൽക്കാൻ മാത്രമേ സർക്കാരിന് സാധിച്ചുള്ളൂ. കാരണം അപ്പോഴൊക്കെ തന്നെയും തടസ്സമായി മുന്നിലുണ്ടായിരുന്നത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലാവധി തീരാനായി ഇനി 6-7 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ്. 200 രൂപ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നീട്ടുന്നത്. അങ്ങനെയെങ്കിൽ 1800 രൂപ പെൻഷനാകും. ഒരുപക്ഷേ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് ഏറെക്കുറെ 2000 രൂപയെങ്കിലും അടുപ്പിക്കാനുള്ള ഒരു നീക്കം ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സർക്കാർ അതിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി 200 രൂപ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂട്ടാനായി സർക്കാർ ആലോചന നടത്തുന്നത്. ഈ ശുപാർശയും നിർദ്ദേശവും ഒക്കെ ധനവകുപ്പിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷേ
അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ധനവകുപ്പ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മനസ്സിലാക്കുന്നത് ഈ വിജ്ഞാപനം വരുന്നത് ഒരുപക്ഷെ നവംബർ ആദ്യവാരം വിജ്ഞാപനം വരുമെന്ന് ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ്. വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക. അന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ഒരു ദിവസത്തേക്ക് ചേരുന്നുണ്ട്. പല പ്രഖ്യാപനങ്ങളും അന്ന് ഉണ്ടാകും ആ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ 200 രൂപ വർദ്ധിപ്പിച്ചൊരു കാര്യം ഒരുപക്ഷെ നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം അതിനോടനുബന്ധിച്ചൊക്കെ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ഈ കടുത്ത ഞെരുക്കത്തിനിടയിലും ഇതിനു വേണ്ടി സർക്കാർ മാറ്റിവെക്കുന്നു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശികൾ ഓരോന്നായി സർക്കാർ ഓരോ ഗഡുക്കളായി ഇപ്പോൾ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഒരു ഗഡു മാത്രമേ ഇനി അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടുന്നു എന്നുള്ള ഒരു നിർണായകമായ ഒരു ചുവടുവയ്പ് കൂടി സർക്കാർ നടത്തുന്നത്. ക്ഷേമ പെൻഷൻ 200 രൂപ കൂട്ടാനുള്ള ആലോചന, അതിനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ധനവകുപ്പിലേക്കടക്കം ശുപാർശയടക്കം എത്തിയിട്ടുണ്ട്. ഏതാണ്ട് നവംബർ 1-ന് കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട LDF-ൽ ഭിന്നത രൂക്ഷമാവുകയാണ്. RSSന്റെ തിട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്ന് CPI മുഖപത്രത്തിൽ ലേഖനം. വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ വിയോജിപ്പ് വീണ്ടും അറിയിക്കും. അതേസമയം ഇടതുമുന്നണിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് കൺവീനർ TP രാമകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന നിലപാട് CPI ശക്തമാക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രി K രാജനും അടക്കം വിയോജിപ്പ് പരസ്യമാക്കിയതിന് പിന്നാലെ മുഖപത്രമായ ജനയുഗവും രംഗത്തുവന്നു. RSSന്റെ തിട്ടൂരത്തിന് ഇടതുപക്ഷ സർക്കാർ വഴങ്ങരുതെന്നാണ് ജനയുഗത്തിലെ ലേഖനം. രാഷ്ട്രീയ നിലപാടും നയവും ബലികഴിച്ച് പദ്ധതിയിൽ ഒപ്പുവെക്കരുതെന്ന് CPI നേതാവും ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ OK ജയകൃഷ്ണൻ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ നയവ്യതിയാനം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആത്മഹത്യാപരമാകുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രതിരോധം തീർക്കുന്ന സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാനുള്ള സംഘപരിവാർ ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് PM ശ്രീ എന്നും ലേഖനം ആരോപിക്കുന്നു. മുമ്പ് ഈ വിഷയം മന്ത്രിസഭയിൽ വന്നപ്പോൾ CPI മന്ത്രിമാർ വിയോജിപ്പ് അറിയിച്ചതിനെ തുടർന്ന് LDF-ൽ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ തന്നെ പദ്ധതിയിൽ ഒപ്പിടാൻ CPM തീരുമാനിച്ചത് ഏകപക്ഷീയമായ നിലപാടായാണ് CPI വിലയിരുത്തുന്നത്. അതേസമയം CPIയുടെ പ്രതിഷേധം കടുത്തതോടെ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് CPM-ഉം അതിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിലുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ SSK എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ. എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് BRC-യുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. അത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിന് അർഹതപ്പെട്ട ഈ സഹായം നൽകാൻ തയ്യാറാവുന്നില്ല. അതിനവർ ഈ കണ്ടീഷൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായിരിക്കണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതായിരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിന്റെ പേരുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പദ്ധതിയോടുള്ള വിയോജിപ്പ് വീണ്ടും അറിയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീയിൽ CPIക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ്. CPI ഉറച്ചുനിന്നാൽ കോൺഗ്രസ് CPIക്ക് പിന്തുണ നൽകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപ്പര്യമുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. CPI നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട്. CPI ഉറച്ചു നിൽക്കുമെങ്കിൽ ഞങ്ങളെല്ലാ പിന്തുണയും നൽകും. സംസ്ഥാന വ്യാപകമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ഡോക്ടർമാരുടെ സമരം കാരണം ദുരിതത്തിലായി രോഗികൾ. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KGMCTയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി OP ബഹിഷ്കരിച്ചുള്ള സമരങ്ങൾ നടക്കുന്നത്. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം.
ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക, അശാസ്ത്രീയമായ സ്ഥലമാറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGMCTA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകളിൽ OP ബഹിഷ്കരിച്ചുള്ള സമരം നടക്കുന്നത്. ജൂനിയർ ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും സേവനം മാത്രമാണ് ആശുപത്രികളിലുള്ളത്. ഇതോടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾ ദുരിതത്തിലായി. സൗജന്യ ചികിത്സയ്ക്കായി ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കുന്ന തങ്ങൾക്ക് ഇത്തരം സമരങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുതാണെന്ന് രോഗികൾ പ്രതികരിച്ചു. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കണ്ടമാനം പൈസ അടയ്ക്കാനുള്ള സ്വാധീനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു ഇത് സൗജന്യമായി കിട്ടുന്നതും ഡോക്ടർമാർ സഹായം അല്ല, എല്ലാ ഇതും ഉണ്ട്. അപ്പോൾ അത് നിർത്തൽ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെയാണ്. പാവങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. മൊത്തത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവം. ഞാൻ എൻ്റെ മോളെ കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു. അതേമാതിരി മുകളിലിപ്പം രക്തത്തിന്റെ അവിടെയൊക്കെ ചെന്നപ്പോഴും സ്റ്റാഫ് വളരെ കുറവാണ്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വലിയ വിഷമമുണ്ടെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. സമൂഹത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന പാവപ്പെട്ട രോഗികളാണ്. അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് സംഘടനയ്ക്ക് യാതൊരു ആഗ്രഹവുമില്ല. അവരെ ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് നൽകണം, ഏറ്റവും വിദഗ്ധ ചികിത്സ അവർക്ക് നൽകണം എന്ന് തന്നെയാണ് സംഘടനയുടെ ആഗ്രഹം. നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷ കഴിയുന്നതും വേഗം തന്നെ ആരോഗ്യവകുപ്പും മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഒരു തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28 മുതൽ റിലേ അടിസ്ഥാനത്തിൽ സമരം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള ദിവസങ്ങൾ കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കും. അതേസമയം സ്മാർട്ട് ക്രിയേഷൻസ് ഇതുവരെ കേസിൽ പ്രതിയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോറ്റിയുടെ വീട്ടിലും പരിസരത്തും അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ നിർണായകമായ രേഖകളും ഹാർഡ് ഡിസ്കുകളും കണ്ടെത്തിയിരുന്നു. ലഭിച്ച തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നത്. രണ്ടാം പ്രതിയായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതായാണ് വിവരം. പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ സംബന്ധിച്ച് സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് പോറ്റിയുടെയും സഹോദരിയുടെയും വീടുകൾ, സഹായി വാസുദേവന്റെ വീട്, ശബരിമല എന്നിവിടങ്ങളിൽ പോറ്റിയെ എത്തിച്ച് SIT തെളിവെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. പ്രതികൾ സ്വൈരവിഹാരം നടത്തുകയാണ്. സർക്കാർ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നും സണ്ണി ജോസഫ് തൃശൂരിൽ ആരോപിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് തന്നെ താമസിച്ചുപോയി. കോടതി 6-ാം തീയതി വിധി പ്രഖ്യാപിച്ചതാണ്. ആദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇതുവരെയും ഈ നഷ്ടപ്പെട്ട സ്വർണം, മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കാൻ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. കോഴിക്കോട് ഡിവൈഎസ്പിമാർക്ക് സ്ഥലമാറ്റം. കോഴിക്കോട് റൂറൽ പരിധിയിലുള്ള ഡിവൈഎസ്പിമാരെ സിറ്റി പരിധിയിലേക്കും സിറ്റി പരിധിയിലുള്ളവരെ റൂറലിലേക്കുമാണ് മാറ്റിയത്. ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ചെന്ന വിവാദത്തിൽ ആരോപണ വിധേയരായ പേരാമ്പ്ര ഡിവൈഎസ്പി N സുനിൽകുമാറിനെ കോഴിക്കോട് സിറ്റി ക്രൈംബ്രാഞ്ച് ACP ആയാണ് മാറ്റിയത്. വടകര ഡിവൈഎസ്പി N ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയി മാറ്റി. എന്നാൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാണെന്നും ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച സംഭവവുമായി ബന്ധമില്ലെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പ്രതികരിച്ചു. അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനും അതിന് നേതൃത്വം നൽകിയ 2 ഡിവൈഎസ്പിമാർക്കുമെതിരെ 5 ദിവസത്തിനകം നടപടിയെടുക്കുമെന്ന് IG പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് SDPI CPM സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. ആംബുലൻസ് കത്തിച്ച സംഭവത്തിലും CPM ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിലും 3 SDPI പ്രവർത്തകർക്കെതിരെയാണ് കേസ്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. SDPI DYFI സംഘർഷത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റതായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. DYFI പ്രവർത്തകരുടെ ആംബുലൻസ് കത്തിച്ച സംഭവത്തിലും മുല്ലശ്ശേരി CPM ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ ആക്രമിച്ച സംഭവത്തിലുമായി 3 SDPI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്.
റഫീഖ്, നിസാം, സമദ് എന്നിവർക്കെതിരെ അരുവിക്കര പോലീസാണ് കേസെടുത്തത്. ദീപുവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകരാണ് ആദ്യം ആംബുലൻസ് തകർത്തത്. അതിന് പിന്നാലെയാണ് SDPI പ്രവർത്തകർ DYFയുടെ ആംബുലൻസ് കത്തിക്കുന്നത്. SDPIയുടെ ആംബുലൻസ് CPM പ്രവർത്തകർ തകർത്തതിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. ഇതുവരെ പരാതി കിട്ടിയിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഏറെ നാളായുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് അക്രമം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഘർഷത്തിന് തുടക്കം. അഴീക്കോട് ജംഗ്ഷനിൽ വെച്ച് രാത്രിയിൽ CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC പട്ടിക തിരുത്തൽ സാധ്യത തള്ളാതെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉചിതമായ നടപടി ആവശ്യമുള്ള സമയത്ത് ആലോചിച്ച് ചെയ്യുമെന്ന് സണ്ണി ജോസഫ് തൃശൂരിൽ പറഞ്ഞു. ഞങ്ങൾ സ്വീകരിക്കും, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതൊന്നിപ്പോൾ ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. G. സുധാകരനെ നേരിൽ കാണുമെന്നും തങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാണെന്നും മന്ത്രി സജി ചെറിയാൻ. അദ്ദേഹത്തിന് തന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സാംസ്കാരിക പരിപാടികളിൽ G. സുധാകരൻ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ പ്രൊമിനന്റ് ലീഡറല്ലേ, പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ് ഏജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പഴയതുപോലെ ഉള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ സംഘടനാപരമായി കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് RJD 143 സീറ്റിലേക്കാണ് RJD സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. 24 വനിതകളും പട്ടികയിലുണ്ട്. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് RJD പോരാട്ടമായിരിക്കും നടക്കുക. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഏറ്റവും വലിയ കീറാമുട്ടിയായി നിൽക്കുകയായിരുന്നു. രാവിലെ പ്രശാന്ത് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ 135 സീറ്റിലാണ് RJD മത്സരിക്കുക. ബാക്കി 59 സീറ്റുകളിലേക്ക് കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഒരു മാറി മറിയുന്ന ഒരു സാഹചര്യം. 143 സീറ്റിൽ ഇപ്പോൾ RJD സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ബീഹാറിൽ ഭരണം പിടിക്കണമെന്ന മോഹത്തിന് വലിയൊരു തിരിച്ചടി ഏൽക്കുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ മഹാസഖ്യത്തിൽ കാണുന്നത്. സ്വപ്ന, പുതിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അനുസരിച്ച് 143 സീറ്റിലാണ് RJD മത്സരിക്കുന്നത്. 24 വനിതകളുണ്ട്. അതോടൊപ്പം തന്നെ 61 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. 61 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുന്നു. 60 ആയിരുന്നു, അത് ഒരു സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 20 സീറ്റുകളിൽ CPIML മത്സരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മറ്റ് സീറ്റുകൾ സ്വാഭാവികമായും VIP അടക്കമുള്ള പാർട്ടികൾക്ക് വിഭജിച്ച് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. സ്വാഭാവികമായും പ്രധാനപ്പെട്ട വിഷയം പല സ്ഥലത്തും കോൺഗ്രസും അതുപോലെ തന്നെ RJDയും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലാൽഗഞ്ച് ഉണ്ട്, സിക്കന്ദ്രയുണ്ട്, അങ്ങനെ നിരവധി സീറ്റുകൾ, 3 സീറ്റുകളാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ചിലയിടങ്ങളിൽ പ്രധാനമായും സമസ്തിപൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ CPIയുമായി RJD നേരിട്ട്, കോൺഗ്രസും RJDയും ഒക്കെ തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിൽ രണ്ട് പാർട്ടികളും സ്ഥാനാർത്ഥികളെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നം ഇപ്പോഴും മഹാസഖ്യത്തിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 23-ാം തീയതിയാണ് ഈ അവസാന ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയം. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം കൂടിയാണ്. സ്വാഭാവികമായും ഇന്നത്തോടുകൂടി തീരുമാനമുണ്ടായില്ലെങ്കിൽ 1-ാം ഘട്ടത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും. അതിനുശേഷം 23 വരെ സമയമുണ്ട് 2-ാം ഘട്ടത്തിലേക്കുള്ള 122 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ധാരണയിലേക്ക് എത്താമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും വളരെ പ്രധാനപ്പെട്ട വിഷയം, ബീഹാറിൽ ഭരണം പിടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് മഹാസഖ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഈ സഖ്യത്തിനിടയിലുള്ള കല്ലുകടി ഇപ്പോഴും അവസാനിക്കുന്നതിന് വലിയ പ്രശ്നമായി തന്നെ ഇത് നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് 2-ാം ഘട്ടത്തിലേക്കും ആ കല്ലുകടി നീളുമെന്ന സൂചനകൾ തന്നെയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും RJD പ്രഖ്യാപിച്ചിരിക്കുന്നത്. 143 സീറ്റിലായിരിക്കും RJD മത്സരിക്കുക. ദീപാവലി ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു സഹായവും പിന്തുണയും നൽകാനുള്ള അവസരമായി കൂടി ദീപാവലിയെ മാറ്റണം. പരിസ്ഥിതിക്ക് ദോഷം വരാതെ ദീപാവലി ആഘോഷിക്കാൻ കഴിയട്ടെ എന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു.
നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. INS വിക്രാന്തിലെ നാവികർക്കൊപ്പമാണ് പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം നടന്നത്. ഗോവ തീരത്താണ് INS വിക്രാന്ത് ഇപ്പോഴുള്ളത്. സൈനിക വേഷത്തിലാണ് മോദി നാവികരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമെന്ന് മോദി പറഞ്ഞു. സൈനികരുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പുകഴ്ത്തിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. രാജ്യത്തെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ പ്രധാനമന്ത്രി നേർന്നു. INS വിക്രാന്ത് രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് प्रधानमंत्री चूंडिकाटी. नतीजा ये हुआ कि सेना के लिए जरूरी ज्यादातर साजो सामान अब देश में ही तैयार होने लगा है. ദീപാവലിയോടനുബന്ധിച്ച് മൺചെരാതുകളുടെ വെളിച്ചത്തിൽ തിളങ്ങിയ അയോധ്യ. 26 ലക്ഷത്തിലധികം ചെരാതുകളാണ് കഴിഞ്ഞ ദിവസം സരയൂ നദീതീരത്ത് തെളിഞ്ഞത്. രാമനാമ ജപത്താൽ അന്തരീക്ഷം മുഖരിതമായിരുന്നു. 26 ലക്ഷത്തിലധികം ചെരാതുകൾ ചോട്ടി ദീപാവലി എന്നറിയപ്പെടുന്ന ദീപാവലിയുടെ തലേനാൾ സരയൂ നദീതീരത്ത് തെളിയുകയായിരുന്നു. ഇത്രയധികം ദീപങ്ങൾ ഒന്നിച്ചു നിരന്നതോടെ 2 ഗിന്നസ് ലോക റെക്കോർഡുകൾ നേടുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാനം. എന്തൊക്കെ വികസനമാണ് നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇനി ബാക്കി, ജനങ്ങൾ എന്താണ് പറയുന്നത്, ജനപ്രതിനിധികളുടെ നിലപാടെന്ത്, അങ്ങനെ ഓരോ വിവരവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അമൃത ന്യൂസും സജ്ജമാണ്. പ്രത്യേക പരമ്പര ഇന്നു മുതൽ ആരംഭിക്കുന്നു. എൻ്റെ പഞ്ചായത്ത്. കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ UDF 4ാം ഊഴം തേടാനൊരുങ്ങുന്നത് RMPയുടെ മാത്രം ബലത്തിലല്ല. കേരള പ്രവാസി അസോസിയേഷനും മുന്നണിയുടെ ഭാഗമായതോടെ ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് UDF. എന്നാൽ ഇത്തവണ മാവൂർ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം അനുകൂലമാണെന്ന വിലയിരുത്തലാണ് LDF. നാലു പതിറ്റാണ്ട് കാലം LDF കുത്തകയായിരുന്ന മാവൂർ പഞ്ചായത്ത് 2010-ലാണ് UDF പിടിച്ചെടുക്കുന്നത്. ഒഞ്ചിയം കേന്ദ്രീകരിച്ച് RMP സജീവമായത് മാവൂരിലും പ്രതിഫലിക്കുകയായിരുന്നു. CPM-ലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് പാർട്ടി വിട്ടവരായിരുന്നു RMPയുടെ ഭാഗമായത്. 2012-ൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതോടെ മാവൂരിലും RMP ശക്തമായി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 18 വാർഡുകളിൽ LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ RMPയിലെ രഞ്ജിത്തിൻ്റെ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് തുണയായി. കൂടാതെ LDF-ലെ ഒരംഗവും UDF-നൊപ്പമായി. ഇത്തവണയും UDF വിജയപ്രതീക്ഷ കൈവിടുന്നില്ല. തെരഞ്ഞെടുപ്പിന് എന്ന് പറഞ്ഞിട്ടുള്ള മുന്നൊരുക്കമില്ല പഞ്ചായത്തിൽ ഭരണസമിതിയിൽ. നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പഞ്ചായത്തിലെ ആളുകൾക്ക് അറിയാലോ. തെരഞ്ഞെടുപ്പിനായിട്ടൊരു ഒരുക്കത്തിൻ്റെ ആവശ്യം ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല. നമ്മൾ എല്ലാ സമയത്തും ഈ ജനങ്ങളെ ക്ഷേമകാര്യങ്ങളിൽ അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ജില്ലയിലെ ഒരു പഞ്ചായത്താണ്. വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 15 വർഷമായി മുരടിച്ചിരിക്കുകയാണെന്നും ഇത്തവണ മാവൂർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും LDF കൗൺസിലർ പറയുന്നു. 15 കൊല്ലത്തെ ഭരണത്തിൽ യാതൊരു പുതിയതായിട്ട് ഒന്നുണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ തന്നെ ഒരു ഈ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടും തന്നെ ഒരു 6 കോടി ഉറുപ്പ്യേനെടുത്ത് ലോണെടുത്ത് KURDFCന്ന് ലോൺ എടുത്തുണ്ടാക്കിയാണ്. എന്നാൽ ലോൺ എടുത്തുണ്ടാക്കിയാൽ ഇപ്പോഴും അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ആവാത്ത രൂപത്തിൽ ഈ കഴിഞ്ഞ മാസം തന്നെ ഒരു 50 ലക്ഷത്തോളം രൂപ ചിലവാക്കി റിപ്പയർമെൻറ്റ് നടത്തിയിട്ടുണ്ടായി. എന്നാലും അതിൻ്റെ അത് ഒരു കംഫർട്ടല്ല എന്ന രൂപത്തിലാണ്. പല രൂപത്തിലും മഴ പെയ്യുന്ന സമയത്തൊക്കെ മഴക്കാലങ്ങളിൽ അടിയിൽ കൂടെ ഉറവ് വന്ന് പൊന്നുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷം RMP പ്രതിനിധി രഞ്ജിത്താണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. 3.5 വർഷക്കാലം കോൺഗ്രസ് പ്രതിനിധിയും. RMP ആകട്ടെ UDF-നൊപ്പം ഇത്തവണയും ഉറച്ചു നിൽക്കും. RMPയുടെ ഒരു സ്വാധീനം വളരെ നിർണായകമാണ് മാവൂരിൽ. നേരത്തെ RMP രൂപീകരണത്തിന് ശേഷമാണ് മാവൂരിൽ തുടർച്ചയായിട്ട് 10-40 വർഷം CPM ഭരിച്ചിട്ടുള്ള പഞ്ചായത്തായിരുന്നു. RMP രൂപീകരണത്തിന് ശേഷമാണ് ഭരണം CPM-ന് നഷ്ടമാകുന്നത്. ഇപ്പോൾ ആ നിലയിൽ തന്നെ RMPക്ക് വലിയ സ്വാധീനമുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ KP-യുടെ സ്വാധീനം കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ UDF-ന് UDF RMP ഈ സംവിധാനത്തിന് ഗുണകരമാകും. ഇത്തവണ പക്ഷേ RMPക്ക് മാത്രമല്ല കേരള പ്രവാസി അസോസിയേഷനെ കൂടി സീറ്റ് വിഭജനത്തിൽ UDF-ന് പരിഗണിക്കേണ്ടി വരും. ചാലിയാറിൻ്റെ തീരത്തെ മാവൂർ പഞ്ചായത്ത് ഒരു കാലത്ത് CPM കോട്ടയായിരുന്നു.
ഗ്വാളിയോർ സമരവും കർഷക പ്രക്ഷോഭങ്ങളുമായി വ്യക്തമായ സ്വാധീനമുണ്ടാക്കിയ CPM-ലെ വിഭാഗീയതയാണ് പിന്നീട് തിരിച്ചടിയായത്. RMPയുടെ രാഷ്ട്രീയ നിലപാടുകളും TP ചന്ദ്രശേഖരൻ്റെ വധവും സ്വാധീനിക്കപ്പെട്ട പഞ്ചായത്താണ് മാവൂർ. CPM-ന്റെ കോട്ടകൾ തകർന്നില്ലെങ്കിലും വലിയ വിള്ളലുണ്ടാക്കാൻ RMPക്കും UDF-നും കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 ടേമിൽ UDF തന്നെ ഭരണം കൈയാളുന്നത്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി രക്ഷാധികാരിയായ മാർഗദർശക് മണ്ഡലം കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധർമ്മസന്ദേശ് യാത്രയ്ക്ക് അമൃതാനന്ദമയി മഠം ഹൃദ്യമായ ആദരവ് നൽകി. മഠത്തിലെ മുതിർന്ന സന്യാസിനിമാരും ബ്രഹ്മചാരിണികളും ചേർന്ന് സ്വാമിമാരെയും സ്വാമിനിമാരെയും സ്വീകരിച്ചു. തുടർന്ന് പാദുക പൂജ നടത്തി തുളസിമാല അണിയിച്ചു. കേരള മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനതല ധർമ്മസന്ദേശ് യാത്ര ഒക്ടോബർ 6-ന് കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. എല്ലാ ജില്ലകളിലെയും പര്യടനം പൂർത്തിയാക്കി 21-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സംസ്ഥാനത്തെ മുഴുവൻ സന്യാസി സമൂഹവും യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. മാർഗദർശക മണ്ഡലത്തിന്റെ സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയുമായ ചിദാനന്ദപുരി സ്വാമിയാണ് ധർമ്മസന്ദേശ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ടെക്നോ പാർക്ക് ജീവനക്കാരിയെ ആക്രമിച്ച സംഭവത്തിൽ പെൺകുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞു. മധുര സ്വദേശി ബെഞ്ചമിനാണ് പ്രതി. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെയാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരുതലിയും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 1,00,000-ഓളം താരങ്ങളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ കായികമേളയുടെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. തലസ്ഥാനവും സ്കൂൾ കായികമേളയ്ക്കായി കാത്തിരിക്കുന്നു. അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ തകർത്ത മൊറോക്കോ ചാമ്പ്യന്മാരായി. ചിലിയിലെ സാന്റിയാഗോയിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് മൊറോക്കോ അണ്ടർ-20 ലോകകപ്പ് നേടുന്നത്. ജയത്തോടെ 2009-ൽ ഘാനയ്ക്ക് ശേഷം അണ്ടർ-20 ലോകകപ്പ് നേടുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമായി മാറിയിരിക്കുകയാണ് മൊറോക്കോ. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.